ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1 ജാനുവരി 2020 എക്സ് ലിമിറ്റഡ് ബോർഡ് ലാൻഡ് ആൻഡ് മെഷീനറി കോസ്റ്റിംഗ് റുപ്പീസ് 65,000 ആൻഡ് സ്പെൻഡ് 15,000 ഓൺ ഇറ്റ്സ് ഇറക്ഷൻ. The plant and machinery is depreciated at 20% per annum. Prepare plant and machinery account for 3 years, both under fixed installment method and diminishing balance method. Accounts are closed on 31st every year. എല്ലാ വർഷവും 31st ഡിസംബറിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. 1st ജനുവരിയാണ് ഓപ്പണിംഗ് ഡേറ്റ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺ 1st ജാനുവരി 2020 മെഷീനറി ബോർഡ് ₹65,000 രൂപ കൊടുത്തു ഒരു മെഷീനറി വാങ്ങിച്ചു. ആൻഡ് സ്പെൻഡ് ₹15,000 ഓൺ ഇറ്റ്സ് ഇറക്ഷൻ. അതിൻ്റെ ഒരു കോസ്റ്റ്, ഇറക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 65,000 പ്ലസ് 15,000 ആണ്. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് ആകുന്നത്. ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% പെർ ആനം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 20% ആണ് ഇത് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 20% ഇട്ടാണ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. 3 വർഷത്തേക്കുള്ളതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 മെത്തേഡിൽ ചെയ്യണം. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരവും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരവും ചെയ്യണം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരമുള്ള നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ചെയ്തിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബർ every year. എല്ലാ വർഷവും 31st ഡിസംബറിലാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരമുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടാണ്. 1st ജാനുവരി 2020 അസറ്റ് വാങ്ങിക്കുന്നത്. അസറ്റ് വാങ്ങുമ്പോൾ ജേണൽ എൻട്രി പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ്. അപ്പോൾ ടു ബാങ്ക് 65,000 ഒരു 15,000 ആണല്ലോ. അസറ്റിൻ്റെ വാല്യൂ 65,000, ഒരു ഇറക്ഷൻ ചാർജ് 15,000 രൂപയായിരുന്നു. അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 31/12/2020 ബൈ ഡിപ്രീസിയേഷൻ 16,000. ആ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കിട്ടിയത്? 85,000ൻ്റെ ഒറിജിനൽ കോസ്റ്റ് 80,000 ആണ്. ആ 80,000ൻ്റെ 20%, 80,000 ഇൻറ്റു 20/100, 80,000 ഇൻറ്റു 20/100 ആകുമ്പോൾ 16,000 കിട്ടും. അപ്പോൾ 16,000 ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ആ ഇക്വേഷനിൽ നിന്ന് ഇൻഫർമേഷനും തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ളത് അസറ്റിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. 80,000ൻ്റെ 20%, 80,000 ഇൻറ്റു 20/100, 16,000 ഡിപ്രീസിയേഷൻ കിട്ടും. ആ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ വർഷം ലാസ്റ്റിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. 31st ഡിസംബർ 2020 ബാലൻസ് ക്യാരിഡ് ഡൗൺ. ടോട്ടലി 2 വർഷവും ടോട്ടൽ എന്ന് പറഞ്ഞാൽ 80,000 ആണ്. ടോട്ടൽ വലിയ എമൗണ്ട് 80,000 ആണ്. അപ്പോൾ 2 വർഷവും ആ 80,000 എഴുതും. ആ 80,000ത്തിൽ നിന്ന് 16,000 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് 64,000. 16,000 ഡിപ്രീസിയേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 80,000 ഇൻറ്റു 20/100, 16,000 മൈനസ് ചെയ്യുമ്പോൾ 64,000 കിട്ടും ബാലൻസ്. അപ്പോൾ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 64,000 ആണ്. ഇതിനെ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യും. നെക്സ്റ്റ് ഇയർ 1/1/2021 ആണ്. കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്ത ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. ടു ബാലൻസ് ബ്രോ ഡൗൺ 64,000. ആ വർഷം വേറെ അസറ്റ്സുകളൊന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് വേറെ ഒന്നും കാണിക്കണ്ട, ഈ എമൗണ്ട് മാത്രം മതി. ആ വർഷത്തെ ലാസ്റ്റിൽ ഡിപ്രീസിയേഷൻ കാണും. 31/12/2021 ബൈ ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് തന്നെയാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ മാറുന്നില്ല. 16,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ഡിപ്രീസിയേഷൻ തന്നെയാണ് ഇവിടെയും. 80,000ൻ്റെ 20%, 20% 16,000, സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനാണ് എല്ലാ വർഷവും. എഴുതിയിട്ട് നമ്മൾ ആ അക്കൗണ്ട് ആ വർഷത്തെ ബാലൻസ് ചെയ്യുന്നു. 64,000 ടോട്ടൽ എമൗണ്ട് രണ്ടിടത്ത് എഴുതുന്നു. 64,000 അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 16,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 41,000 കിട്ടും. 16,000 മൈനസ് 64,000 മൈനസ് 16,000 ഈസ് ഈക്വൽ ടു 41,000 കിട്ടും. ആ വർഷം ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ അതേ എമൗണ്ട്
പിന്നെ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. ഡേറ്റ് 1/1/2022 ബാലൻസ് ബ്രോ ഡൗൺ 48,000. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം ഓപ്പണിംഗ് ആയിട്ട് എഴുതി 48,000. ആ വർഷം ലാസ്റ്റ് ഡിപ്രീസിയേഷൻ കാണുന്നു 31/12/22 ബൈ ഡിപ്രീസിയേഷൻ 16,000. ഓർമ്മയുണ്ടല്ലോ 16,000 80,000ന്റെ 20%. 16,000 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. 48,000 അടുത്തും 48,000 എമൗണ്ട് എഴുതുന്നു. 48,000-ൽ നിന്ന് ഡിപ്രീസിയേഷൻ 16,000 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് 32,000 32,000 31/12/2022 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 32,000 എന്ന് എഴുതും. അപ്പം അത്രയാണ് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഒരു ക്വസ്റ്റിനകത്ത് തന്നെ 2 മെത്തേഡ് ചെയ്യാനുണ്ടായിരുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് നമുക്ക് നോക്കേണ്ടത്. അതും സെയിം തന്നെയാണ്. ഡേറ്റ് 1/1/2020 അസറ്റ് വാങ്ങുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എറ്റിറ്റ് ബാങ്ക് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. എമൗണ്ട് 65,000 പ്ലസ് 15,000. 65,000 മെഷീനറി കോസ്റ്റും 15,000 എന്ന് പറയുന്നത് ഇറക്ഷൻ ചാർജുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ആക്കുമ്പോൾ 80,000 രൂപയാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് 80,000 രൂപ. ആ വർഷം വേറെ അസറ്റ്സുകളൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് ആ വർഷത്തെ ലാസ്റ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നു. 31 ഡിസംബർ 2020 ബൈ ഡിപ്രീസിയേഷൻ. ബൈ ഡിപ്രീസിയേഷൻ 16,000 രൂപയാണ് കിട്ടിയത്. അതെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ 16,000 കിട്ടുന്നത്? 80,000 ഇൻറ്റു 20/100. 80,000-ന് 20% ഡിപ്രീസിയേഷൻ എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 80,000 ഇൻറ്റു 20/100 16,000 ഡിപ്രീസിയേഷൻ. അത്രയേ ഉള്ളൂ. ആ വർഷം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. 31 ഡിസംബർ 2020 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 64,000. 64,000 80,000 രണ്ടിടത്തും ടോട്ടൽ എമൗണ്ട് രണ്ടിടത്തും 80,000 എഴുതുന്നു. ആ 80,000-ൽ നിന്ന് 16,000 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ആണ് ബാലൻസ് ക്യാരി ഡൗൺ. 64,000 കിട്ടും. ആ ഒരു വർഷം കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ വർഷം 1/1/2021 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതും. അറിയാമല്ലോ ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ കഴിഞ്ഞ വർഷം ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് 64,000 ആണ്. അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നത് 64,000. ആ വർഷം വേറെ അസറ്റ്സുകളൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് ആ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഡെബിറ്റ് എഴുതാൻ 64,000 മാത്രമാണ്. ആ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡിപ്രീസിയേഷൻ കാണുന്നു 31/12/2021 ബൈ ഡിപ്രീസിയേഷൻ 12,800. ആ ഡിപ്രീസിയേഷൻ 12,800 എങ്ങനെ കിട്ടും? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരമായതുകൊണ്ട് ഡിമിനിഷിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സിനാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് 64,000 ആണ് ബ്രോ ഡൗൺ ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 64,000 ആണ്. 64,000-ന്റെ 20%, 64,000 ഇൻറ്റു 20/100 12,800 കിട്ടും. 64,000 ഇൻറ്റു 20/100 12,800 ഡിപ്രീസിയേഷൻ. അത്രയേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് 12,800. ആ വർഷം വേറെ ഒന്നും ഇല്ല, അസറ്റ്സ് ഒന്നും വാങ്ങിയില്ല. വാങ്ങിയിരുന്നെങ്കിൽ വേറെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തതിന്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 12,800 ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 2021. 2021 31 ഡിസംബറിൽ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ എമൗണ്ട് എഴുതുന്നു 64,000. രണ്ടിടത്തും ടോട്ടൽ എമൗണ്ട് എഴുതുന്നു. ആ 64,000-ൽ നിന്ന് നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 12,800 മൈനസ് ചെയ്യുന്നു. 12,800 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് 51,200. 31 ഡിസംബർ 2021 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 51,200. ഈ 51,200-നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. അതായത് 1/1/2021 ടു ബാലൻസ് ബ്രോ ഡൗൺ 64,000 എഴുതി 12,800 ഡിപ്രീസിയേഷൻ കിട്ടി. 1/1/2021 ബാലൻസ് ബ്രോ ഡൗൺ കിട്ടിയ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് 51,200 എഴുതുന്നു. 51,200 എഴുതുന്നു. ആ വർഷവും വേറെ അസറ്റ്സുകളൊന്നും വാങ്ങുന്നതിനടുത്ത് പറഞ്ഞിട്ടില്ല, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ 51,200. ആ വർഷം ലാസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 31/12/2022 ബൈ ഡിപ്രീസിയേഷൻ 10,240. അത് എങ്ങനെ ഡിപ്രീസിയേഷൻ 10,240 കിട്ടുന്നത്? 51,200-ന്റെ 20%. 20% റേറ്റ് തന്നിട്ടുണ്ടല്ലോ, അത് മാറ്റമൊന്നുമില്ല. 51,200 ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ 10,240 കിട്ടും ഡിപ്രീസിയേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ബാലൻസ്
ക്ലോസ് ചെയ്യുന്നു. 51,200 എമൗണ്ട് എഴുതുന്നു. രണ്ട് വശത്ത് 51,200 എമൗണ്ട് എഴുതുന്നു. ആ 51,200 നിന്ന് നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 10,240 കുറയ്ക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതേണ്ടത് 40,960 എമൗണ്ട് കിട്ടുന്നത്. ഇതാണ് ആ വർഷം ലാസ്റ്റ് നിൽക്കുന്ന ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് അടുത്ത വർഷത്തേക്ക് ചെയ്യാം. വേണ്ട നമുക്ക് ഇപ്പോൾ ഇത്രയും വർഷത്തെ ചെയ്താൽ മതി. അതുകൊണ്ട് ഫൈനൽ ബാലൻസ് 40,960 കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.